ഇതാണ് നമ്മുടെ ഇതിനകത്തേക്ക് പോകുന്നത്, അടിയിലോട്ട് പോകുന്നത് ഉണ്ടോ ഇങ്ങനെ. അപ്പോൾ ഈ ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോകുന്ന കമ്പിക്ക് പറയുന്നതാണ് ഹെലിക്കൽ എന്ന് പറയും. അപ്പോൾ ഹെലിക്സിൽ ആണ് ഇത് ചെയ്യുന്നത്. ഹെലിക്കലായിട്ട് ഇങ്ങനെ ചുറ്റി ഓരോ കമ്പി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി എടുത്തിട്ട് അത് ഇങ്ങനെ കൃത്യം അകലമുണ്ട്. ആ അകലം പറയുന്ന അനുസരിച്ച് ഇതിങ്ങനെ ബൈൻഡ് ചെയ്ത് ഇത്രയും വട്ടത്തിലാണ് അവിടെ, ഇതിനേക്കാൾ വലിപ്പത്തിലാണ് അവിടെ തുളയ്ക്കുന്നത്, ബോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതിനേക്കാൾ വലിപ്പത്തിലാണ് ബോർ ചെയ്യുന്നത് കണ്ടോ. അപ്പം ഇതിൻ്റെ പുറമേ ഒരു 5 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ കൂടെ ഗ്യാപ്പ് കാണും ഇത് ആ കുഴിയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ഈ വട്ടത്തിൽ കണ്ടോ, അതേ ഈ ഉരുണ്ട് കിടക്കുന്ന വട്ടം പോലെ റിങ് കിടക്കുന്ന ഈ സാധനം താഴോട്ട് പോകുമ്പം നമ്മുടെ സൈഡിൽ ഇടിച്ച് ഇത് ചേർന്ന് നിൽക്കാതെ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് ചക്രം പോലെ ഇത് കിടന്ന് കറങ്ങിക്കോളും, താഴോട്ട് പോകുമ്പോൾ ഇത് ഉരുണ്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വട്ടത്തിൽ ഇങ്ങനെ ഈ കമ്പിയെ വെച്ചിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ സൈഡിൽ ഇതിനൊരു കവർ വേണം, ഒരു ഓഫ്സെറ്റ് വേണം. അപ്പോൾ ആ കവർ കിട്ടിയില്ലെങ്കിൽ ആ സൈഡിൽ മണ്ണിനോട് ചേർന്ന് ഈ ഹെലിക്കൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ തുരുമ്പും അല്ലെങ്കിൽ ബലക്കുറവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു നിശ്ചിത അളവിൽ 5 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ എത്രയാണോ പറയുന്നത് ആ അളവിൽ കോൺക്രീറ്റ് ഇതിൻ്റെ ചുറ്റിനും ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇവിടെ വെക്കുന്നത് കണ്ടോ, ഇങ്ങനെ റിങ് ഉണ്ടാക്കി വെക്കുന്നത് കണ്ടോ. പണ്ട് പിള്ളേരിങ്ങനെ ഇതുപോലെ സാധനങ്ങളൊക്കെ വീട്ടിൽ പണികളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാക്കി കളിക്കുമായിരുന്നു, ഉരുട്ടി കളിക്കുക, അതുപോലെയുള്ള സാധനങ്ങളാണ്. ഇത് 16 mm 12 mm അങ്ങനെ പല കമ്പികളാണ് ഇതിന് ഇടുന്നത്. 8 mm 9 mm അങ്ങനെ ഡിസൈൻ വരുന്നതനുസരിച്ചാണ്, അവിടുത്തെ മണ്ണിൻ്റെ ഘടന അനുസരിച്ചാണ് അത് വരുന്നത്. ഇത്രയും നീളത്തിലുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൻ്റെ താഴെ പാറയിലോ അല്ലെങ്കിൽ മണലിലോ ഒക്കെ ആയിരിക്കും പോയി ഇത് ഉറച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പഠനം ഓരോ പ്രദേശത്തും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇന്ത്യൻ ഇതിലൊരു ISലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ പ്രദേശത്തും നമ്മൾ കുഴിക്കുന്നത്. മെട്രോ വളരെ ഇതായിട്ട് പോവുകയാണ്.